ഗോഡ്. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുക. ഹല്ലേലൂയ. ആമേൻ. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആയി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്ന തിരുവചനം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ രക്ഷിതാവാകുന്ന കർത്താവാം ദൈവം. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലൂടെ നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മെ പഠിപ്പിക്കുക. ഹല്ലേലൂയ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവത്തിന്റെ പൈതലേ, ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. ദൈവം ഒരു വഴി തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. ദൈവം ഒരു നന്മയുടെ മേഖല തുറന്നാൽ അതിനെ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം വചനം വിളിച്ചു പറയുന്നു, ദൈവം തുറന്നാൽ അതാരും അടയ്ക്കത്തില്ല. ദൈവം പ്രവർത്തിച്ചാൽ അതാരും തടയത്തില്ല. ഇന്ന് പകൽ വേളയിൽ മാനുഷ്യമായി അടയ്ക്കുന്നതിനെ, പൈശാചികമായി അടയ്ക്കുന്നതിനെ തുറക്കുവാൻ എന്റെ ദൈവം ശൈത്താനാണ്. ദൈവം തുറന്ന വാതിലുകളെ അടയ്ക്കുവാൻ ഈ ഭൂമിയിൽ ആർക്കും സാധ്യമല്ല. ഹല്ലേലൂയ. ദൈവം ഒരു നന്മയുടെ വഴി തുറന്നാൽ അതിനെ അടയ്ക്കുവാൻ ഒരു ശത്രുവിനും സാധ്യമല്ല എന്ന് പകൽക്കാലം ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകത്തിലൂടെ ദൈവത്തിന്റെ തിരുവചനം നമ്മുടെ കാതുകളിലേക്ക് ആമേൻ ഹല്ലേലൂയ ദൈവാലോചന അറിയിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽ വേളയിൽ ആരുടെയെങ്കിലും നന്മകൾ ശത്രു ഹല്ലേലൂയ അടച്ചു വച്ചിരിക്കുന്നുവെങ്കിൽ ഈ വചനത്തോട് ചേർത്ത് പറയുക. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം തുറന്ന വാതിലിനെ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവം തുറന്നാൽ അതാരും അടയ്ക്കത്തില്ല. അതാരും അടയ്ക്കത്തില്ല എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട. അതാരും അടയ്ക്കത്തില്ല എന്ന് ദൈവത്തിന്റെ വചനം ഏറ്റെടുത്ത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് തക്ക മഹത്വം കൊടുത്താട്ട. നിങ്ങളുടെ മേൽ ദൈവം വാതിലുകളെ തുറക്കട്ടെ, വഴികളെ തുറക്കട്ടെ, നന്മകളെ തുറക്കട്ടെ, വരുമാനങ്ങളെ തുറക്കട്ടെ, തൊഴിൽ മേഖലകളെ തുറക്കട്ടെ, ഭാവികളെ തുറന്നു തരുമാറാകട്ടെ. ദൈവത്തിന്റെ വലിയ കരം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. ആരും തുറക്കാതെ പണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. വചനം പറയുന്നു, ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ആമേൻ. ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ തിരുവചനം ആരെല്ലാം കാത്തതിനെ പ്രമാണിക്കുമോ അവരുടെ ഹല്ലേലൂയ പേർ ജീവന്റെ പുസ്തകത്തിലുണ്ട്. ദൈവത്തിന്റെ പൈതലേ, ആരെല്ലാം ദൈവത്തിന്റെ വചനത്തെ കാത്തു പരിപാലിക്കുന്നുവോ, സൂക്ഷ്മതയോടുകൂടെ അതിനെ അംഗീകരിക്കുന്നുവോ, അതിനെ സ്വാഗതം ചെയ്യുന്നുവോ, അതിനെ ആലിംഗനം ചെയ്യുന്നുവോ, അതിന് സ്ഥാനമാനം കൊടുക്കുന്നുവോ, അവരുടെ മേൽ ദൈവത്തിന്റെ പ്രസാദമുണ്ട്. അല്പവിശ്വാസമാകട്ടെ അത് അധികത്തിലേക്ക് കൊണ്ടുവരുവാൻ എന്റെ കർത്താവിന് കഴിയും. വചനം പറയുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ അതിനെ കാത്തു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അല്പവിശ്വാസത്തെ അധികമാക്കി തീർക്കുവാൻ എന്റെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. നിങ്ങൾക്ക് അല്പവിശ്വാസമുണ്ടോ? കടുകുമണിയോളം
വിശ്വാസമുണ്ടോ എങ്കിൽ പ്രിയ ദൈവത്തിന്റെ പൈതലേ, അതിനെ പൂർണ്ണതയുള്ളതാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. ഓറമാന ബാബ ശുഡബലരികവക്ഷരബ. അല്പമേ ശക്തിയുള്ളൂ, അല്പമേ വിശ്വാസമുള്ളൂ എങ്കിലും ഹല്ലേലൂയ കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു അതിനെ പൂർത്തീകരിച്ചു തരുവാൻ ഹല്ലേലൂയ നമ്മുടെ നടുവിൽ ഒരുവനുണ്ട്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിനെ ഒന്ന് വളർത്തി വലുതാക്കി തരുവാൻ, അതിനെ ഒന്ന് ഹല്ലേലൂയ ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഒരു പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഒരു പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാൻ ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അതിനെ ആശിക്കുന്നതിന്റെ ഉറപ്പാക്കി മാറ്റുവാൻ എന്റെ കർത്താവ് ഇന്ന് പകൽക്കാലം ഇവിടെ ഉണ്ടെന്നുള്ളതിന് മാറ്റമില്ല. ദൈവ പൈതലേ, ഹല്ലേലൂയ, നിങ്ങൾക്ക് അല്പമേ ശക്തിയുള്ളൂ എന്ന് ദൈവത്തിന് വചനം വിളിച്ചു പറയുക. ആമേൻ. ഹല്ലേലൂയ. അതിനെ പൂർണ്ണതയാക്കി മാറ്റുവാൻ, പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാൻ ആമേൻ ഇന്ന് പകൽക്കാലം നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗം അതിനെ തീവോടുകൂടെ ആമേൻ പൂർത്തീകരിച്ചു തരുവാൻ ശൈത്താനാണ് ദൈവത്തിന്റെ പൈതലേ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയയുടെ വചനം പറയുന്നു, നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തെ ഒരിക്കലും ഹല്ലേലൂയ ആമേൻ തള്ളിക്കളയരുത്, ഉപേക്ഷിക്കരുത്. ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കണം. പ്രിയ ദൈവ പൈതലേ, നീ എന്റെ വചനം നിഷേധിച്ചിട്ടില്ല എന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മെ നോക്കി പഠിപ്പിക്കുക. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. തള്ളി പറയാത്തവർ, ദൈവത്തെ ഉപേക്ഷിക്കാത്തവർ, ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നവർ, ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവ വഴികളെ തിരഞ്ഞെടുക്കുന്നവർ, ദൈവത്തിന്റെ പാത അനുകരിക്കുന്നവർ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി മുൻതൂക്കം കൊടുക്കുന്നവർ, ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഇവരെല്ലാം ഈ പട്ടികയിലേക്ക് ആമേൻ കാണപ്പെടും. ഹല്ലേലൂയ. ചേർക്കപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു അവർ ദൈവത്തെ സ്തുതിച്ചാട്ട്, ആരാധിച്ചാട്ട്, മഹത്വം കൊടുത്താട്ട്, സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചാട്ട് ദൈവനാമ മഹത്വപ്പെടട്ടെ. ദൈവത്തിന്റെ നാമം ഹല്ലേലൂയ ഭൂമിയിലൊക്കെയും ശ്രേഷ്ഠമായി വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം അത് മുഖാന്തരമായി തീരട്ടെ. എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദരല്ലാതിരിക്കെ യഹൂദരായി എന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്താം. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കുവാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാനും സംഗതി വരുത്തും. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്ന യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തുകയും അവർ നിന്റെ കാൽക്കൽ വന്ന് വീഴുവാനും നമസ്കരിക്കുവാനും സംഗതി വരുത്തുമെന്ന് വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. ദൈവത്തെ തള്ളി പറഞ്ഞവർ, ഹല്ലേലൂയ ദൈവത്തെ ഒറ്റുകൊടുത്തവർ, ദൈവമില്ല എന്ന് പറഞ്ഞവർ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവജനം അല്ലാതിരിക്കെ ഞാൻ ദൈവ പൈതലാണ് എന്ന് സ്വയം ഹല്ലേലൂയ ആമേൻ മുദ്ര കുത്തപ്പെട്ടവർ, ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം പറയുന്നു അവരെ ഞാൻ കൊണ്ടുവന്ന് നിന്റെ കാൽക്കൽ ഹല്ലേലൂയ നമസ്കരിപ്പാൻ മുഖാന്തരമാക്കി തീർക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആരുടെയെങ്കിലും മേൽ ആ ദൈവത്തിന്റെ ഹല്ലേലൂയ അത്യന്ത കരം വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ നിഴലിടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ ഞാൻ പ്രസംഗിക്കുന്ന യേശു നിങ്ങളുടെ മേൽ ഹല്ലേലൂയ ചിലതൊക്കെ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുക. ദൈവ പൈതലേ, ഹല്ലേലൂയ യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്നവരെ നിങ്ങളുടെ അരികിലേക്ക് കൂട്ടി വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതിന് നിങ്ങളുടെ മേൽ ഞങ്ങളുടെ മേൽ ഹല്ലേലൂയ ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ ആചാരമാണ്, ദൈവാത്മാവിന്റെ വരമാണ്, ദൈവാത്മാവിന്റെ ഹല്ലേലൂയ അടയാളമാണ്. ഇന്ന് പകൽക്കാലം അവരുടെ മേൽ വെളിപ്പെടുന്നു. അവരുടെ കാൽക്കലേക്ക് ശത്രുവിനെ മിത്രമാക്കി കൊണ്ടുവരുന്ന ഒരു ഹല്ലേലൂയ പങ്കാവേശ തുറക്കുകയാ. നിങ്ങളുടെ കുടുംബവാസികൾ നിങ്ങളോടൊപ്പം ആരാധിക്കുവാൻ ആമേൻ ഹല്ലേലൂയ കഴിയാതെ വേണം. ഹല്ലേലൂയ ദൈവമില്ല എന്ന് പറഞ്ഞ് യഹൂദരല്ലാത്ത അനുഭവം പ്രൈസ്
ആമേൻ ദൈവനാമത്തെ നിഷേധിച്ച് പുറന്തള്ളി ഹല്ലേലൂയ ആമേൻ മാറി നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുക, അവരെ നിങ്ങളുടെ കാൽക്കലേക്ക് കൊണ്ടുവരുവാൻ പോകുക. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അവരെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ പോകുക. അവരെ മനസ്സുബുദ്ധിക്ക് ദൈവ പാദപീഠങ്ങളിലേക്ക് നിങ്ങളോടൊപ്പം ആരാധിക്കുവാൻ നിന്റെ ദൈവം എന്റെ ദൈവം തന്നെയെന്ന് പറയുമാറ് ദൈവത്തിന്റെ പ്രവൃത്തി ഈ നാളുകളിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. ഈ ദൈവത്തിന്റെ വചനം ഇന്ന് പകല് വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിനുള്ളത് എവിടെയെങ്കിലും വഴിതെറ്റി ഉഴന്നു നടക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളണമേ. ഹല്ലേലൂയ. അവരെ നോക്കിയ ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിനുള്ളതിനെ ഹല്ലേലൂയ സാത്താൻ അപകരിച്ച് ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവ വഴി വിട്ട് ആമേൻ ഉടമാനവക്ഷാരമ ദൈവമില്ലാത്ത വഴികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുക, ഒരു മടക്കി കൊണ്ടുവരുന്ന ഒരു പകലാണ് ഈ പകൽക്കാലമെന്ന ദൈവത്തിന്റെ പ്രമാണം ഇന്ന് പകല് വിളിച്ചു പറയുക. സാത്താന്റെ പള്ളികളിലായിരിക്കുന്ന, ദൈവമില്ലാത്ത മേഖലകളായിരിക്കുന്ന, ദൈവ സാന്നിധ്യമില്ലാത്ത ഇടത്തായിരിക്കുന്ന ലക്ഷണം പറയുന്നവരുടെ നടുവിൽ ആയിരിക്കുന്ന ജനതയെ ദൈവാത്മ പറയുക, അവരെ മടക്കി തരും, മടക്കി തരും, മടക്കി തരും. നിങ്ങളുടെ കാൽക്കളേക്ക് അവരെ കൂട്ടിച്ചേർക്കുമെന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർക്ക് താല്പര്യമുണ്ട് എന്റെ കുടുംബത്തെ ഒന്നുകൂടെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ, ഒന്നുകൂടെ ഒന്ന് മടക്കി തരയണമേ, ഒന്നുകൂടെ ദൈവത്തിലേക്ക് ഒന്ന് കൊണ്ടുവരയണമേ എന്ന് എത്ര പേരെ ഈ പകൽക്കാലം പ്രാർത്ഥിക്കും. ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുവാൻ എന്റെ കർത്താവ് ഇന്ന് പകല് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ദൈവ പൈതലേ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവവചനം വിളിച്ചു പറയുന്നു, ആമേൻ താങ്ക് യു ലോർഡ് ഹല്ലേലൂയ. ആമേൻ സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങ് വരുവാനുള്ള പരീക്ഷാ കാലത്ത് ഞാൻ നിന്നെ കാക്കും. സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങ് വരുവാനുള്ള പരീക്ഷാ കാലത്ത് ഞാനും നിന്നെ കാക്കും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. എത്ര പേർക്ക് എന്നെ മർമ്മം മനസ്സിലായി ഇന്ന് പകൽക്കാലം? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ റമാന ബാബാ റീബൽഷാരബ. ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാ കാലത്ത് ഞാനും നിന്നെ കാക്കും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഹല്ലേലൂയ ആമേൻ 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 നോഹയെ കുറിച്ച്, പുത്രന്മാരെ കുറിച്ച്, പെട്ടകത്തിലായിരുന്ന ജനത്തെ കുറിച്ച് ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുക. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3-ൽ ആമേൻ വിളിച്ചു പറയുന്നു, ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാ കാലത്ത് ഹല്ലേലൂയ ഞാൻ നിങ്ങളെ കാക്കും. ആരെ കാക്കും? ദൈവത്തെ ആരാധിക്കുന്ന തന്റെ ജനത്തെ കാക്കും. ദൈവവചനം വിശ്വസിക്കുന്ന ദൈവ പൈതലിനെ കാക്കും. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവ മക്കളെ കാക്കും. സഭയെ രക്ഷിക്കും. ഭൂതലത്തിൽ എങ്ങ് വരുവാനുള്ള പരീക്ഷാ കാലത്ത് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. യേശുക്രിസ്തു ഒരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞു, ആമേൻ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ഹല്ലേലൂയ. ശിഷ്യന്മാർ ഹല്ലേലൂയ ഉറങ്ങുന്നത് കണ്ടിട്ട് വീണ്ടും ക്രിസ്തു പറഞ്ഞു, ഓ അല്പസമയം പോലും നിങ്ങൾക്ക് എന്നോടൊന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ, നിങ്ങൾ എന്നോടൊപ്പം ഉണർന്നിരുന്നൊന്ന് പ്രാർത്ഥിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലയോ എന്ന് ചോദിക്കുവാനിടയായി. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നു, ആമേൻ ഹല്ലേലൂയ ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള
ആമേൻ. ആ ശോധന കാലഘട്ടങ്ങളിൽ, ആ വേദനാരഹിതമാകുന്ന ഈ അനുഭവങ്ങളിൽ കർത്താവ് നമ്മെ കാക്കണമെങ്കിൽ ഹല്ലേലൂയ ആമേൻ നാം പ്രാർത്ഥിക്കുന്നവരാകണം. ദൈവ പൈതലേ, പ്രാർത്ഥിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ പ്രമാണം ഹല്ലേലൂയ ആമേൻ ഫലിക്കപ്പെടുന്നത്. പ്രാർത്ഥിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സാധ്യമാകുന്നത്. പ്രാർത്ഥിക്കാത്തവർക്കല്ല, ദൈവമില്ലാത്തവർക്കല്ല, ആമേൻ ഹല്ലേലൂയ നിരീശ്വരവാദികൾക്കല്ല, ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവത്തെ ഒറ്റുകൊടുക്കുന്നവർക്കല്ല, ദൈവത്തെ പുറന്തള്ളുന്നവർക്കല്ല, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ തന്നെത്താൻ ഉയർത്തുന്നവർക്കല്ല, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കേണ്ടുന്ന വണ്ണം ആരാധിച്ച് കർത്താവിന് തക്ക മഹത്വം കൊടുക്കുന്നവരെയാ കർത്താവ്. ഹല്ലേലൂയ ആമേൻ ആമേൻ ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക ഹല്ലേലൂയ എനിക്കുള്ളവരെ ഏത് പടകിൽ കിടന്നാലും ഞാൻ രക്ഷിക്കും. എനിക്കുള്ളവരെ ആമേൻ ഹല്ലേലൂയ ആമേൻ ആമേൻ ആമേൻ. ഏത് വനാന്തരത്തിൽ കിടന്നാലും ഞാൻ കാക്കും ഹല്ലേലൂയ ആമേൻ ആമേൻ. എന്റെ ഉള്ളംകരങ്ങളിൽ ആരെയെല്ലാം വരച്ചിരിക്കുന്നുവോ അവരെ ഞാൻ സംരക്ഷിക്കും, അവരെ ഞാൻ പരിപാലിക്കും, അവർക്ക് വേണ്ടി ഹല്ലേലൂയ ഞാൻ യാഗരിക്കും, അവരെ ഞാൻ ഹല്ലേലൂയ എടുത്തെറിയേണ്ടടുത്ത് എറിയും, നിർത്തേണ്ടടുത്ത് നിർത്തും, പാലിക്കേണ്ടടുത്ത് പാലിക്കും, കരുതേണ്ടടുത്ത് കരുതും. നമുക്ക് വേണ്ടി കരുതുന്ന ഒരുവനുണ്ട് ദൈവത്തിന്റെ പൈതലേ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നാം അവന്റെ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കണം, അവനെ സ്തുതിക്കുന്നവരായിരിക്കണം, അവനെ മഹത്വീകരിക്കുന്നവരായിരിക്കണം. സ്ഥാനമാനം സകലതും ക്രിസ്തുവിന് വേണ്ടി ഹല്ലേലൂയ മാറ്റിവെച്ചവരായിരിക്കണം. അവരെ ഹല്ലേലൂയ ഏത് സാഹചര്യങ്ങളിലും വിടിവിപ്പാൻ ശക്തനാകുന്ന കർത്താവിനെ ഇന്ന് പകൽക്കാലം നാം ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. വചനം പറയുന്നു ഹല്ലേലൂയ ആമേൻ ആമേൻ. സഹിഷ്ണുതയെ കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാ കാലത്ത് ഞാനും നിന്നെ കാക്കും. ഹല്ലേലൂയ. പരീക്ഷാകാലം വരികയില്ല എന്നുള്ളതല്ല, ഭൂതലത്തിലെങ്ങും ഹല്ലേലൂയ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കോളിളക്കങ്ങളും വരികയില്ല എന്നുള്ളതല്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് ആ പരീക്ഷാ കാലങ്ങളിൽ ദൈവത്തിനുള്ളവരെ ദൈവം കാക്കും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നമ്മെ ഇതുവരെ കാത്തില്ലയോ, നമ്മെ പരിപാലിച്ചില്ലയോ പ്രിയ ദൈവ പൈതലേ? മരണമാകുന്ന ഹല്ലേലൂയ ഘോര ശത്രു നമ്മെ വേട്ടയാടിയപ്പോഴും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നമ്മുടെ ശരീരത്തിലെ ഹല്ലേലൂയ രക്തം ഊറ്റി കുടിക്കുവാൻ തക്കവണ്ണം ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ശത്രുവായവൻ ചുറ്റി തിരഞ്ഞു നടന്നപ്പോഴും നമ്മുടെ ബ്ലഡ് അവൻ ഊറ്റി കുടിച്ചപ്പോഴും നമ്മെ ഹല്ലേലൂയ ജീവന് ഹാനി വരുത്താതെ വണ്ണം പരീക്ഷാ കാലഘട്ടത്തില് നമ്മെ വീണ്ടെടുത്ത ക്രിസ്തുവിനെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയുമോ? നമ്മെ വിടുവിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കുവാൻ കഴിയുമോ? നമ്മെ തീറ്റിപ്പോറ്റിയ ദൈവത്തെ ഒന്ന് ആരാധിക്കാതിരിക്കുവാൻ കഴിയുമോ? ഇന്ന് പകൽക്കാലം ഒരു മടങ്ങി വരവ് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എവിടേക്കുള്ള മടങ്ങി വരവ്? ക്രിസ്തുവിലേക്കുള്ള മടങ്ങി വരവ്, ആത്മാവിലെ സത്യത്തിലുമുള്ള ആരാധനയിലേക്കുള്ള ഒരു മടങ്ങി വരവ്, ദൈവിക ബന്ധത്തിലുള്ള ഒരു മടങ്ങി വരവ്, ദൈവിക കൂടിക്കാഴ്ചയിലുള്ള ഒരു മടങ്ങി വരവ് ദൈവം നമ്മിൽ നിന്ന് ഓരോരുത്തരിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നു, പരീക്ഷാ കാലത്ത് ഞാൻ നിന്നെ കാക്കും, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കുവാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കത്തക്കവണ്ണം അതിനെ പിടിച്ചുകൊള്ളുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ വേഗം വരുന്നു,
നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കത്തക്കവണ്ണം അതിനെ പിടിച്ചുകൊള്ളുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുദ്രയേറ്റ ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. എൻ്റെ നിങ്ങളുടെ മേൽ നെറ്റിമേലുള്ള മുദ്ര ഒരിക്കലും മാഞ്ഞു പോകരുതേ. കർത്താവാം ദൈവമിട്ട മുദ്ര, പരിശുദ്ധാത്മാവാം ദൈവമിട്ട മുദ്ര, ഹല്ലേലൂയ, അതൊരിക്കലും മാഞ്ഞു പോകരുതേ. അതാരും കൊള്ളയടിക്കരുതേ. അത് ഏഷണി വാക്കുകൾക്ക്, ഓ ഹല്ലേലൂയ, എന്റെ മുന്നിൽ ഇട്ടുകളയരുതേ. അത് പാപത്തിന്റെ വഴികൾ ഇട്ടുകളയരുതേ. ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന ശത്രുവിന്റെ മുന്നിൽ അത് ഇട്ടുകളയരുതേ. ദൈവമിട്ട മുദ്ര, ഓ ദൈവം തന്ന കിരീടം, ദൈവം തന്ന അധികാരം, ദൈവം തന്ന താലന്ത്, ദൈവം തന്ന വിശ്വാസം, അതൊരിക്കലും ഹല്ലേലൂയ ഒരിടത്തും കൊഴിഞ്ഞു പോകരുതേ. ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അതൊത്തതും എണ്ണിക്കൊണ്ട് അത് ഹല്ലേലൂയ ലോകമെമ്പാട് സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ദൈവത്തിന് ഒന്നുകൂടെ മഹത്വം കൊടുക്കുവാൻ മറന്നു പോകരുതേ ദൈവ പൈതലേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് വേഗം വരും. ആമേൻ, ഹല്ലേലൂയ. നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കത്തക്കവണ്ണം അതിനെ വിശുദ്ധിയോടെ കാക്കണം, അതിനെ വിശുദ്ധിയോടെ പാലിക്കണം. ഓ ഹല്ലേലൂയ. അതിനെ വിശുദ്ധിയോടുകൂടെ സൂക്ഷിക്കണം. അതിന് കറ ചുളുക്കം മാലിന്യമൊന്നും വരാതെ വണ്ണം അതിനെ പരിപാലിച്ചു കൊള്ളണമേ ദൈവ പൈതലേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവിശ്വാസം കയറുവാൻ പാടില്ല. അവിശ്വാസത്തിന്റെ വിത്ത് മുളയ്ക്കുവാൻ പാടില്ല. അവിശ്വാസത്തിന്റെ വാക്കുകൾ കടന്നു വരുവാൻ പാടില്ല. ഒരു ദൈവ പൈതൽ എവിടെയൊക്കെ ഉണ്ടോ അവരെ കർത്താവ് നിശ്ചയമായി രക്ഷിച്ചിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇയ്യോബിനെ രക്ഷിച്ച ദൈവം ഇയ്യോബിന്റെ സകല സമ്പത്തുകളും നഷ്ടമായി. ആടുമാടുകൾ, ഒട്ടകങ്ങൾ, ദാസി ദാസന്മാർ, മക്കൾ എല്ലാം നഷ്ടമായി. പക്ഷേ കർത്താവ്, ഓ ഹല്ലേലൂയ, 7 മടങ്ങ് തിരിച്ചു കൊടുക്കുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന്റെ പൈതലേ, ഒന്നും നഷ്ടമാകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവാകുന്ന യേശു പറയുന്നു, ആമേൻ, ഞാൻ വേഗം വരികയാ. നിന്റെ കിരീടം ആരും എടുക്കുവാൻ പാടില്ല, അതിനെ സൂക്ഷിക്കുവാൻ അത്രേ ദൈവത്തിന് വചനം പറയുന്നത്. നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ആലയത്തിൽ, ആമേൻ, ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. ഹല്ലേലൂയ. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. ഹല്ലേലൂയ. യാക്കോബ് കല്ലെടുത്തു നാട്ടി, ആമേൻ, ഹല്ലേലൂയ, കിടന്നുറങ്ങി. ആമേൻ. യാക്കോബ് കാഴ്ചപ്പാടുകൾ കണ്ടു, വെളിപ്പാടുകൾ കണ്ടു, ദർശനങ്ങൾ കണ്ടു. ഹല്ലേലൂയ. ആമേൻ. യാക്കോബ് പറഞ്ഞു, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ വണ്ണം ഇത് മറ്റൊന്നല്ല. ഇവിടെ ദൈവമുണ്ട്, ഞാനോ അതറിഞ്ഞില്ല. എന്റെ യാത്രയിൽ ദൈവം കൂടെ ഇരുന്ന് എനിക്ക് ധരിക്കുവാൻ വസ്ത്രവും കഴിക്കുവാൻ ആഹാരവും തന്നെ സുരക്ഷിതമായി മടക്കി കൊണ്ടുവരുമെങ്കിൽ ഇവിടെ ഞാനൊരാലയം പണിയുമെന്ന് പറയുവാനിടയായി. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. ഇന്ന് പകൽക്കാലം ഒരു തൂണ് പോലെ നിന്ന് പ്രവർത്തിക്കുവാൻ എത്ര പേർക്ക് കഴിയും? ഒരു തൂണ് പോലെ നിന്ന് യുദ്ധം ചെയ്യുവാൻ എത്ര പേർക്ക് കഴിയും? ഓ ഹല്ലേലൂയ. ഈ ശ്വാസം പോകുന്നത് വരെയും ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ദൃഢമാകുന്ന, നിശ്ചയമാകുന്ന തീരുമാനത്തിലെത്തുവാൻ ഇന്ന് പകൽ എത്ര പേർക്ക് കഴിയും? എങ്കിൽ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു തൂണാക്കി നിർത്തുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. ഒരു കെട്ടിടത്തിന്റെ മെയിൻ തൂണിന് കോട്ടം വന്നാൽ ആ കെട്ടിടത്തിന് മുഴുവനും ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, പരാജയം വരുന്നത് പോലെ, ഉടവേൽക്കുന്നത് പോലെ, പ്രതിസന്ധി ഏൽക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുക, ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കി വെക്കും. ഹല്ലേലൂയ.
ഈ പകൽക്കാലം ഹല്ലേലൂയ ഒരു തൂണായി നിന്ന് ചുക്കാൻ പിടിക്കുവാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തെ വിളിച്ചു ഘോഷിക്കുവാൻ എത്ര പേർക്ക് കഴിയും? ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞ് ദൈവനാമത്തെ മഹത്വീകരിപ്പാൻ എത്ര പേർക്ക് കഴിയും? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവരാൽ സ്വർഗം ആമേൻ ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഈ നാളുകളിൽ ആഗ്രഹിക്കുക ദൈവത്തിന്റെ പൈതലെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം ഒരിക്കലും നമ്മെ വഴി വിട്ടേച്ചു പോകത്തില്ല. നമ്മെ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ സുനാമിക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ ദൈവവചനം പഠിപ്പിക്കുന്നത് ആമേൻ ടാങ്കിലോട് ഹല്ലേലൂയ ശത്രുവിനോട് എതിർത്തു നിൽക്കണം, ദൈവ വഴികൾ നടക്കണം, ദൈവത്തിന്റെ ആലയത്തിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അവന്റെ പ്രാകാരങ്ങൾ നാം തഴക്കണം. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. ഹല്ലേലൂയ. ലോകമോഹങ്ങളിൽ ഹല്ലേലൂയ അകപ്പെട്ട ലോക വഴികളെ തിരഞ്ഞെടുത്ത് ദൈവ സ്നേഹത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ ദൈവ കോപമുണ്ടാകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് വേണ്ടിയുള്ളതിനെ ദൈവം അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ദൈവമാ ഹല്ലേലൂയ ജലപ്രളയത്തിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ നോഹയെയും കുടുംബത്തെ രക്ഷിച്ചതുപോലെ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ ആമേൻ ടാങ്കിലോട് ഹല്ലേലൂയ ഇന്നത്തെ കപ്പലാകുന്ന ഹല്ലേലൂയ പെട്ടകം അന്ന് യോനെ പിടിച്ച് ആമേൻ ഹല്ലേലൂയ പണിയിക്കുവാൻ തക്കവണ്ണം കർത്താവിന് മനസ്സ് വന്നു. കാരണം ഈ ആമേൻ നോഹയും കുടുംബത്തെ ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുവാൻ 8 പേർ ഹല്ലേലൂയ ആ പെട്ടകത്തിൽ ഉണ്ടായിരുന്നുവെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. 8 പേർ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, ദൈവവചനം കേട്ടതുകൊണ്ട്, ദൈവവചനം അനുസരിച്ചതുകൊണ്ട് ദൈവം ഹല്ലേലൂയ ആ ജലപ്രളയത്തിൽ നിന്ന് ഇവരെ രക്ഷിക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവത്തിന്റെ പൈതലേ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടിയുള്ളത് ഏത് ഹല്ലേലൂയ നീർച്ചുഴിയിൽ കിടന്നാലും ദൈവം അവിടെ നിന്ന് പൊക്കിയെടുത്ത് ആമേൻ ഹല്ലേലൂയ കുന്നിൻ പുറത്താക്കി നമ്മെ വീണ്ടുകൊള്ളുവാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. ഇത് എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർക്ക് എന്റെ മർമ്മം മനസ്സിലാകുന്നു? ഇന്ന് പകൽക്കാലം മർമ്മം ഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. അവൻ ദൈവമല്ലോ. ഹല്ലേലൂയ. അവനെ സ്തുതിക്കുക, അവനെ ആരാധിക്കുക, അവനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. ആമേൻ. ഏത് പ്രതികൂല സാഹചര്യത്തില് നമ്മുടെ അരികത്തേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഉള്ളം കരങ്ങളിൽ താങ്ങി അക്കരെ എത്തിക്കുവാൻ ശക്തനാകുന്ന ആ ക്രിസ്തുവിന്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ.